ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിൽ അന്വേഷണം നിർണായക ഘട്ടത്തിൽ. ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ 2 ദിവസം ചോദ്യം ചെയ്തതിൽ നിന്ന് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ശേഖർ കുമാറിന്റെ മൊഴി വിശദമായി പരിശോധിച്ച ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനാണ് വിജിലൻസിന്റെ നീക്കം. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, ഇതിന് അന്വേഷണത്തിൽ നിർണായക പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നതാണോ അറിയുന്നത്? അനുജ, ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വിജിലൻസിന്റെ തെളിവ് സമാഹരണം പുരോഗമിക്കുകയായിരുന്നു. 3 പേരുടെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ അപ്പോഴും ഒന്നാം പ്രതിയെ ചോദ്യം ചെയ്യാൻ അവർക്ക് സമയവും സാവകാശവും ഒന്നും കിട്ടിയിരുന്നില്ല. അതിനിടയിൽ ശേഖർ കുമാർ ഹൈക്കോടതിയൊക്കെ സമീപിക്കുകയും പിന്നീട് ജാമ്യമൊക്കെ ലഭിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ 2 ദിവസം ശേഖർ കുമാർ വിജിലൻസ് ഓഫീസിലെത്തി ചോദ്യം ചെയ്യൽ നേരിട്ടത്. ആ ഘട്ടത്തിലാണ് ചില വിവരങ്ങൾ വിജിലൻസിൽ ലഭ്യമായിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ശേഖർ കുമാർ നൽകിയ മൊഴികൾ പൂർണ്ണമായും വിജിലൻസ് ഇപ്പോഴും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ചില വ്യക്തതകൾ വരുത്തണമെന്നാണ് വിജിലൻസിന് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ശേഖർ കുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. നിലവിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അത് കോടതിയിൽ ശേഖരനെ കൊണ്ടുചെന്ന് അവിടെ നിന്ന് ജാമ്യം ലഭ്യമാക്കണമെന്ന ഒരു ഉത്തരവുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ അടുത്ത വട്ടം ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ശേഖറിന്റെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഈ കേസിൽ നേരത്തെ പിടിയിലായ ചാർട്ടേഡ് അക്കൗണ്ടന്റുമായി ശേഖർ നടത്തിയിട്ടുള്ള സംഭാഷണത്തിന്റെ വിവരങ്ങളൊക്കെ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശേഖറിന് നേരിട്ട് ഈ തട്ടിപ്പിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് വിജിലൻസ് ഈ ഘട്ടത്തിൽ പ്രാഥമികമായി വിലയിരുത്തുന്നത്. ഡി ഉദ്യോഗസ്ഥൻ ശേഖർ കുമാർ പ്രതിയായ കേസിലാണ് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നത് വിഷ്ണു സുരേഷ് അറിയിച്ചത്.